ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നമ്മുടെ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറമെ ചെറിയ രീതിയിൽ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ പോലെയുള്ള സംഭവങ്ങൾ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് P to a circle of radius A and center O is 60 degree, then find the length of OP. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ if the angle between two tangents drawn from an external point P എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു P വരയ്ക്കുക, അതെന്ന് എന്ത് ചെയ്യുക, രണ്ട് ടാൻജന്റ് ഒരു സർക്കിളിലേക്ക് വരയ്ക്കുക. ടു എ സർക്കിൾ ഓഫ് എ റേഡിയസ് A, എന്നിട്ട് റേഡിയസ് A മാർക്ക് ചെയ്യാം, ആൻഡ് സെന്റർ O മാർക്ക് ചെയ്യാം. എന്നിട്ടോ ഈ 60 ഡിഗ്രി ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് OP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം OP എന്ന് പറയുന്ന ലെങ്ത് എന്താന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന്റെ മുമ്പ് നമുക്ക് തന്ന ഒരു കാര്യം ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട്. സോ ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഇത് തന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇത് A ആണ്, അതേപോലെ റേഡിയസ് ഫുൾ A ആണല്ലോ, സോ ഇതും A ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് OP എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുക, എന്താണ് അതിന്റെ ഒരു വഴി? സോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ആംഗിള് 90 ഡിഗ്രിയാണ്. അതെങ്ങനെ 90 ഡിഗ്രി ആയത്? ഇവിടെ PAO അല്ലെങ്കിൽ റേഡിയസും അതേപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു സർക്കിളിന്റെ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ ആംഗിൾ PAO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു PBO. എന്താണ് കാര്യം, ഇവിടെ ഈ ഒരു ആംഗിളും ഒക്കെ എന്താ വരിക, 90 ഡിഗ്രിയാണ് വരിക. കാരണം എന്താ, ഇത് രണ്ടും സെയിം അല്ലേ, റേഡിയസ് ടാൻജന്റ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെന്ത്, ഇവിടെ OA ഈസ് ഈക്വൽ ടു OB എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുന്നത്, ഇവിടെ PO ഈസ് ഈക്വൽ ടു PO എന്ന് പറയാൻ പറ്റും. അതേപോലെ AP ഈസ് ഈക്വൽ ടു BP എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡെഫിനറ്റ്ലി നമുക്ക് ഒന്നിലധികം മെത്തേഡുകളിൽ പറയാൻ പറ്റുന്നത്, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു OBP എന്നുള്ള ട്രയാങ്കിളും അല്ലെങ്കിൽ OAP ആൻഡ് OBP എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആണ്, അല്ലെങ്കിൽ അത് രണ്ടും കോൺഗ്രുവന്റ് ആണെന്നുള്ളത് നമുക്ക് എപ്പോഴോ പറയാൻ പറ്റും. സോ ഏറ്റവും ആദ്യം ഈ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, AP ഈസ് ഈക്വൽ ടു BP. AP ഈക്വൽ ടു BP. എന്താ റീസൺ പറയാ, ടാൻജന്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഇവിടെ നമുക്ക് റീസൺ പറയാൻ പറ്റും. ഇവിടെ എന്താ റീസൺ പറയാൻ പറ്റുക, റേഡിയസ് ആൻഡ് ടാൻജന്റ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ. അപ്പോൾ അതിവിടെ റീസൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെന്ത്, ഇവിടെ OP ഈസ് ഈക്വൽ ടു OP, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ ഈ ഒരു റേഡിയസ് ഈക്വൽ ടു ഈ ഒരു റേഡിയസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ട്രയാങ്കിൾ AOP ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BOP. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ റീസൺ ആയിട്ട് RHS കോൺഗ്രുവന്റ് റൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നത്, ഇത് 60 ഡിഗ്രി അല്ലേ തന്നത്, ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ വരിക, ഇവിടെ വരിക. സോ ഇവിടെ 30 ഡിഗ്രി വരും. അതേപോലെ തന്നെ ഇവിടെയും എത്ര വരും, 30 ഡിഗ്രി വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം, ആംഗിൾ APO ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി നമുക്ക് പറയാൻ പറ്റും. 30 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾക്ക് ഒരൊറ്റ സൈഡും തന്നിട്ടുണ്ട്, ഒരൊറ്റ ആംഗിളും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള OP എന്നുള്ള ആ ഒരു സൈഡിന്റെ ലെങ്ത് കാണണം. ഇപ്പൊ രണ്ട് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട്
ഇവിടെയുള്ള ആംഗിള് 60 ഡിഗ്രി എന്ന് പറയാൻ പറ്റും, ഇത് 90 ഡിഗ്രി പറയാൻ പറ്റും, ഇത് 30 ഡിഗ്രി പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാ ആംഗിളും കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റയോ ഏത് വെച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് സൈൻ തീറ്റ, എന്താണ് കോസ് തീറ്റ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് സൈൻ തീറ്റ, എന്താണ് കോസ് തീറ്റ? ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഇതാ ഇത് തീറ്റയാണെന്ന് വിചാരിക്കാം, ഇത് 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മളിപ്പോൾ ട്രയാങ്കിൾ ABC എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോന്യൂസ് എന്നാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു AB ബൈ AC. അതേപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോസ് തീറ്റ വരിക, കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ AC എന്നാണ് വരിക. ഇനി ടാൻ തീറ്റ എന്താ വരിക, ടാൻ തീറ്റ ബാക്കിയുള്ള രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് BC. അപ്പൊ ഇതാണ് വരിക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കുറച്ച് വാല്യൂസിന്റെ സൈൻ കോസ് ടാൻ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, സൈൻ 0യോ 0. ഇത്രയും വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 0, 30, 45, 60, 90 5 വാല്യൂസ്. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. ഇത്രയും കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് കോസ് വേണോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വാല്യൂ ജസ്റ്റ് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എങ്ങനെ, സൈൻ 90 എത്ര പറഞ്ഞത് 1, അതാണ് കോസ് 0. സൈൻ 60 എത്ര പറഞ്ഞത് √3/2, അതാണ് എന്താ പറയാ കോസ് 30 എന്ന് പറയുന്നത്. സൈൻ 45ഉം കോസ് 45ഉം സെയിം ആണ്. സൈൻ എന്താ പറയാ കോസ് 60യും അതേപോലെ സൈൻ 30യും സെയിം ആണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ സൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ആംഗിൾ നമ്മൾ വായിക്കുമ്പോൾ അത് നേരെ തിരിച്ചിങ്ങനെ എഴുതിയാൽ എന്ത് കിട്ടും, കോസും കിട്ടും. ഇനി എങ്ങനെ ടാന് കിട്ടുക, ജസ്റ്റ് സൈൻ 30 ബൈ കോസ് 30 ചെയ്താൽ ടാനും കിട്ടും. അങ്ങനെ എല്ലാ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏതായാലും നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസറിലേക്ക് പോയാലോ. സോ ഏറ്റവും ആദ്യം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, നമ്മളോട് ചോദിച്ചത് എന്താണ് OP എന്നല്ലേ ചോദിച്ചത്. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം OP ഈസ് ഈക്വൽ ടു OP ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ സൈൻ 30 ഈസ് ഈക്വൽ ടു, ആദ്യം സൈൻ 30 എന്താന്ന് എഴുതാം, എന്നിട്ട് OP കണ്ടുപിടിക്കാം. സൈൻ 30 ഈസ് ഈക്വൽ ടു എന്താ വരിക, സൈൻ 30 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് OA ഡിവൈഡഡ് ബൈ എന്താ ഹൈപ്പോന്യൂസ്, ഇതാണ് ഹൈപ്പോന്യൂസ്. കാരണം ഇത് 90 അല്ലേ, 90യുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോന്യൂസ് ഉണ്ടാവുക. സോ ദിസ് ഇസ് യു ക്യാൻ റൈറ്റ് OA ഡിവൈഡഡ് ബൈ OP. ദിസ് ഇസ് A ബൈ OP. ഇത് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ സൈൻ 30 എന്തെന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2. ഇനി നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. സോ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2A ഈസ് ഈക്വൽ ടു OP എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ട ഈ സൈഡിന്റെ ലെങ്ത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OP എന്നല്ലേ ചോദിച്ചത്. നമുക്ക് പറയാൻ പറ്റും എന്ത്, ലെങ്ത് OP ഈസ് ഈക്വൽ ടു 2A. ലെങ്ത് OP ഈസ് ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് അല്ലെ 2 into A ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് prove that the tangents drawn at the end points of a chord of a circle make equal angles with the chord എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. സപ്പോസ് വി ഹാവ് എ കോഡ് ഹിയർ, ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് എ കോഡ്. ഇങ്ങനെ ഒരു എൻഡ് പോയിന്റ് ഇങ്ങനെ ടാൻജന്റ് വരച്ചിട്ടുണ്ട്, അതേപോലെ ഇവിടെ നിന്നും ഇങ്ങനെ ടാൻജന്റ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, മേക്ക് ഈക്വൽ ആംഗിൾ വിത്ത് ദ കോഡ് എന്ന് പറഞ്ഞ ഈ ആംഗിളും ഈക്വൽ ആണ് എന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് സെന്ററിലോട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ജോയിൻ ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മൊത്തത്തിലുള്ള ആംഗിൾ 90 ആണെന്നുള്ളത് നമുക്കറിയാം. അതെങ്ങനെ 90 എന്നറിയാം? ടാൻജന്റും റേഡിയസും എപ്പോഴും 90 ആണ്. അപ്പൊ ഇത് 90 ആണെന്നറിയാം. മാത്രമല്ല ഈ ഒരു ചെറിയ ആംഗിളും ഈ ഒരു ചെറിയ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ജസ്റ്റ് ഈ ഒരു ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എടുത്താൽ മതി. ഇനി അത് കഴിഞ്ഞാൽ ഈ 90യിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഈ രണ്ട് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്താൽ 90യിൽ നിന്ന് 40യും 40യും സബ്ട്രാക്ട് ചെയ്താൽ 50 ഈച്ച് ആണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമ്മളിപ്പോൾ വരച്ച പോലെ ഫിഗർ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ആദ്യം ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ പി എ ബി ഇസ് ഈക്വൽ ആംഗിൾ പി ബി എ. ഓക്കെ, സോ ടു പ്രൂവ് നമുക്ക് എഴുതാം, ടു പ്രൂവ് ആംഗിൾ പി എ ബി ആംഗിൾ പി ബി, ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ ദിസ് ഇസ്, ലെറ്റ്സ് മാർക്ക് ഹിയർ O, ഹിയർ ഇറ്റ് ഈസ് B, ഹിയർ ഇറ്റ് ഈസ് A. This is 2, this is angle 3, this is angle 1, this is angle 4 and this is P. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ആംഗിൾ പി എ ബി ഇസ് ഈക്വൽ ആംഗിൾ പി ബി എ. അത് ഏറ്റവും ആദ്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. ആംഗിൾ ഡിഗ്രി. എന്താ കാര്യം? റേഡിയസും അതേപോലെ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. എപ്പോഴും എഴുതേണ്ട കാര്യമാണ്, അതുകൊണ്ട് ഞാനിവിടെ എഴുതുന്നില്ല. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ വന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും, ഇൻ ട്രയാങ്കിൾ OAB നമുക്ക് പറയാൻ പറ്റും എന്ത്? OA is equal to OB. OA is equal to OB. എന്താ കാര്യം? This is equal to radius അല്ലെ? ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും എന്ത്? സോ ആംഗിൾ OAB is equal to ആംഗിൾ OBA. എന്താ കാര്യം? ഇവിടെ ആംഗിൾ എഗെയിൻസ്റ്റ് ദ ഈക്വൽ ലെങ്ത് ഓൾവേസ് സെയിം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ആംഗിൾ എഗെയിൻസ്റ്റ് ഈക്വൽ ലെങ്ത്, ആംഗിൾ എഗെയിൻസ്റ്റ് ഈക്വൽ ലെങ്ത്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ ഒരു 90യിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഈ രണ്ട് ക്വാണ്ടിറ്റീസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അത് നമുക്ക് ചെയ്യാം. Now angle OAB plus angle PAB is equal to angle OAB plus angle PAB. ഇതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ എന്താ വരിക? ആംഗിൾ OBA പ്ലസ് ആംഗിൾ PBA. ആംഗിൾ PBA 90 ഡിഗ്രി. അത് എവിടുന്നാ കിട്ടുന്നത്? അത് ഇവിടുന്നാണ് കിട്ടുന്നത് അല്ലെ? സോ അതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഴുതാം ഫ്രം 1. ഇതിൽ നിന്ന് ഇതാണ് നമ്മളിപ്പോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഇവിടെ PAO എന്ന് പറയുന്നത് എന്താ? PAO അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? PAB പ്ലസ് OAB എന്ന് എഴുതാൻ പറ്റും. PAB പ്ലസ് OAB അതാണ് ഇവിടെയും കാണുന്നത് അല്ലെ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്? ഈ ഒരു ഇക്വേഷൻ നമ്പർ 2വിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേമും അതേപോലെ ഈ ടേം എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താ പറയാൻ പറ്റുക? ആംഗിൾ PAB
ഈസ് ഈക്വൽ ടു ആംഗിൾ PBA. ഇവിടെ എഴുതാം ഫ്രം ടു ആംഗിൾ PAB ഈസ് ഈക്വൽ ടു ആംഗിൾ PBA എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡൺ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് പ്രോബ്ലം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഫിഗർ ആദ്യം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ PA PB എന്ന് പറയുന്നത് ടാൻജൻസ് ആണ്, മാത്രമല്ല PAയുടെ വാല്യൂ 4 ആണ്, മാത്രമല്ല BAC എന്ന് പറഞ്ഞാൽ 135 ആണ്. ലെങ്ത് ഓഫ് കോഡ് AB എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോ ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇത് 4 തന്നിട്ടുണ്ട് അല്ലെ. സോ ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഈ ഒരു രണ്ട് ടാൻജൻസ് PA എന്ന് പറയുന്നതും PB എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ അത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ എഴുതാം. ഓക്കെ, സോ PA is equal to PB equal to 4 സെന്റിമീറ്റർ. എന്താ കാര്യം, ലെങ്ത് ഓഫ് ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ആർ ഓൾവേസ് ഈക്വൽ. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതും. ഓക്കെ, സോ we have PA is equal to PB equal to 4 സെന്റിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഇവിടെ ആംഗിൾ PAC എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. ആംഗിൾ PAC എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലെ. അപ്പൊ ആ ഒരു 180യിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PABയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ PAB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ BAC വിച്ച് ഈസ് ഈക്വൽ ടു 180 minus 135 equal to 45 ഡിഗ്രി. സോ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. ഇതേ 45 ആണ് എവിടെ വരിക, ഇവിടെയും വരിക. എന്താ കാര്യം, എന്താ കാരണം ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണ്. ഈക്വൽ ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് എന്താ ഉണ്ടാവുക, എപ്പോഴും സെയിം ആംഗിൾ ആണ് ഉണ്ടാവുക. സോ നമുക്ക് പറയാൻ പറ്റും therefore ആംഗിൾ PBA is also equal to 45 degree. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ലെങ്ത് അതെപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ആംഗിൾ APB is equal to 90 ഡിഗ്രി. അങ്ങനെ 90 ആവുക, കാരണം 45 plus 45 90. പിന്നെ ഇത് 90 ആയാലും എന്താ ഉള്ളൂ, ആ ഒരു ട്രയാങ്കിളിൽ ടോട്ടൽ 180 ഡിഗ്രി ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ജസ്റ്റ് പൈതഗോറസ് തിയറം മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺനോൺ ആയിട്ടുള്ള ഈ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് പൈതഗോറസ് യൂസ് ചെയ്യാം. സോ triangle APB is a right triangle. APB is a right triangle. എന്നിട്ട് പറയാൻ പറ്റും AB square is equal to AP square plus BP square 4 square plus 4 square. എന്നിട്ട് പറയാൻ പറ്റും AB is equal to square root of 16 plus 16, 2 into 16. 16 പുറത്തെടുത്താൽ 4 വരും. സോ എന്താ വരിക, 4 root 2 ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 root 2 സെന്റിമീറ്റർ. ഇതോടുകൂടി എന്തായിട്ടുണ്ട്, പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത് 4 എന്ന് പറഞ്ഞാൽ ഇത് 4 root 2 എന്നാണ് വരിക. സോ ഇനി നമുക്ക് ഒരൊറ്റ പ്രോബ്ലം കൂടെ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് പ്രോബ്ലം ഇൻ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷൻ. അപ്പൊ ഇതില് തന്നിരിക്കുന്നത് ഒരു ഫിഗർ ആണ് അല്ലെ. ഇൻ ഫിഗർ AB is a chord of circle with center O such that AB is equal to 16. അപ്പോ AB എന്ന് പറഞ്ഞാൽ 16 ആണ്.
അപ്പോ ഈ ഒരു വാല്യൂ 8 ആണ് ഉണ്ടാവുക, ഇതും 8 ആണ് ഉണ്ടാവുക അല്ലേ? കാരണം അത് കറക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു ലൈന് പാസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് പറയാണ് റേഡിയസ് 10 ആണ്. സോ ദിസ് ഇസ് 10 എന്ന് പറയാൻ പറ്റും, ഇവിടെയും 10 എന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ ടാൻജൻസ് അറ്റ് എ ആൻഡ് ബി ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പി, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. ഇതെന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതെന്താണെന്നാണ് ചോദിച്ചത്. അപ്പോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം ഇവിടെ റൈറ്റ് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ഒന്നിലധികം കാണാൻ പറ്റും. ഒന്നാമതായിട്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഇനി അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇത് വേറൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇനിയിപ്പോ വേണമെങ്കിൽ ഇത് വേറൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ തന്നെ 3 റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് കൂടി യൂസ് ചെയ്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ട്രയാങ്കിളിന്റെ പൈതഗോറസ് തിയറം കൂടി യൂസ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇൻ റൈറ്റ് ട്രയാങ്കിൾ എന്താണ്? ALO, റൈറ്റ് ട്രയാങ്കിൾ ALO. നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇവിടെ LO ഈസ് ഈക്വൽ ടു എന്താ വരിക? AO സ്ക്വയർ മൈനസ് AL സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു, എങ്ങനെ അത് കിട്ടിയത്? കാരണം ഇത് എന്താ പറയുക, ഇവിടെ ഹൈപ്പോന്യൂസ് ആണ്, ഇത് അഡ്ജസന്റ് ആണ്, ഇത് ഓപ്പോസിറ്റ് ആണ്. ആ രീതിയിൽ എടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു you can say that 10 square minus 8 square. This is 100 minus 64, which is equal to 36, which is equal to 6 centimeter. അപ്പോൾ LOയുടെ ലെങ്ത് എന്താണ്? 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ 6 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോ അത് 6 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇനി എങ്ങനെങ്കിലും AP കാണണം. AP കാണാൻ എന്താണ് ഒരു വഴി? ഇവിടെ നമുക്ക് വേറൊരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്താലും ഇങ്ങനെ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ APO ട്രയാങ്കിൾ APO ഫോം ചെയ്താലും അതിൽ നമുക്ക് ആകെ അറിയാം ഇവിടെ AO എന്ന് പറയുന്ന ഒരു 10ഉം ഇവിടെ POയുടെ ഒരു പാർട്ടായിട്ടുള്ള OL 6ഉം മാത്രമാണ്. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ ഇഫ് യു ആർ മേക്കിംഗ് ദിസ് ആസ് എ റൈറ്റ് ട്രയാങ്കിൾ PLA അങ്ങനെ യൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? ഇവിടെ ALD എന്ന് പറയുന്ന ഒരു 8 മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ലാസ്റ്റ് 6 ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ പറയുക, ബേസിക്കലി ഇവിടെ PLന്റെ വാല്യൂ ഒന്നും നമുക്ക് അറിയില്ല. സോ അതുകൊണ്ട് ഇവിടെ AP എന്ന് പറയുന്ന വാല്യൂ അങ്ങനെയും കാണാൻ പറ്റൂല. അപ്പോഴാണ് നിങ്ങൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ട്രിഗ്നോമെട്രിക് റിലേഷൻ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാൻ ആംഗിൾ AOL അല്ലെങ്കിൽ AOP എന്ന് എഴുതാം. AOP ഇതാ ഈ ഒരു ആംഗിൾ ആണ് പറയുന്നത്. ഈ ഒരു ആംഗിൾ ഇതാ, ഈ ഒരു ആംഗിൾ എന്താ ടാൻ AOP എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം, ഈ ചെറിയ ട്രയാങ്കിൾ. ഈ ചെറിയ ട്രയാങ്കിളിലും ഈ വലിയ ട്രയാങ്കിളിലും ഈ ഒരു O എന്നുള്ള ആംഗിൾ എന്താ? സെയിം തന്നെയാണ് വരിക. അപ്പൊ ഇത് ഈക്വൽ ടു എന്താ പറയാൻ പറ്റുക? ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് AL ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ OL ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു AL ഡിവൈഡഡ് ബൈ OL എന്നാണ് പറയാൻ പറ്റുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 8/6 which is equal to 3/4. 8/6 4/3 sorry. 4/3 8/6 4/3. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം ഇതേ ടാൻ തീറ്റ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വലിയ ട്രയാങ്കിൾ യൂസ് ചെയ്യാൻ പറ്റും. ഏത്? ഈ ഒരു ആംഗിള്, ഈ ഒരു വലിയ 2 റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. മൂന്നാമത്തത് വേണമെങ്കിൽ ഇതെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ള ടാൻ തീറ്റ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വേറൊരു ട്രയാങ്കിളിലും കൂടി യൂസ് ചെയ്യാം. അതോടുകൂടി പ്രോബ്ലം ഡൺ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു അനദർ കേസ് ആണ്. ടാൻ ആംഗിൾ AOP ഈസ് ഈക്വൽ ടു എന്താണ് വരിക? AOP എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് തന്നെയാണ് ആംഗിള്. അപ്പൊ എന്താ പറയാ? ഇവിടെ ഹൈപ്പോന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാ വരിക. ഹൈപ്പോന്യൂസ് ഇതാ വരിക. ഇത് 90 ആണ് അല്ലെ? അപ്പോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ AP വരും, അഡ്ജസെന്റ് എന്ന് പറയുമ്പോൾ AO വരും. സോ AP ബൈ AO എന്ന് പറയാം, അല്ലെങ്കിൽ PA ഡിവൈഡഡ് ബൈ AO എന്ന് പറയാൻ പറ്റും. PA ഡിവൈഡഡ് ബൈ AO എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു PA ഡിവൈഡഡ് ബൈ AO. ദിസ് ഇസ് ഈക്വൽ ടു PA ഡിവൈഡഡ് ബൈ 10 എന്ന് പറയാൻ പറ്റും. ഓക്കെ. സോ ആക്ച്വലി ഈ രണ്ടെണ്ണവും സെയിം ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്? 4/3 ഈസ് ഈക്വൽ ടു PA ബൈ 10. ഇത് നമുക്ക് പറയാൻ പറ്റും. സോ PA ഈക്വൽ ടു എന്താ വരിക? PA ഈസ് ഈക്വൽ ടു 4 into 10 40/3 which is equal to 13.33 സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷനിൽ നമ്മൾ ആകെ യൂസ് ചെയ്തിട്ടുള്ള വെറും 2 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ, അതാണ് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, ഇതൊരു ടാൻജന്റ് ആണ്. ഈ ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിൾ ഉണ്ടെങ്കിൽ അതില് ഇങ്ങനെ നമ്മൾ 2 ടാൻജന്റ് ഒരൊറ്റ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും സെയിം ആണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ നേരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ആംഗിൾ 90 ഡിഗ്രി. ഇത് നമ്മൾ ഫസ്റ്റത്തെ കേസിൽ ഇവിടെ പറഞ്ഞതാണ്. അത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടിയാണ് നമുക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, എന്താണ് ടാൻജന്റ്, എന്താണ് സീക്കന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൽ ഒരൊറ്റ പോയിന്റ് മാത്രം ടച്ച് ചെയ്യുന്ന ലൈനാണ് ടാൻജന്റ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ വരച്ചാലോ അത് സീക്കന്റ് ആണ്. ഒന്നിലധികം പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സീക്കന്റ് എന്നാണ് പറയാ. പിന്നെ ഇതിൽ എല്ലാ തരം പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോബ്ലം ചെയ്തു, പ്രീവിയസും ചെയ്തു. പ്രീവിയസിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വന്ന എന്തായിരുന്നു, ആ ഒരു ട്രിഗ്നോമെട്രിക് റിലേഷൻസ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, അതെന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് നോക്കുക, ഈസി ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.